കറണ്ട് അഫയേഴ്സ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ സാഹിത്യ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംഗീത സംവിധായകൻ ജി ദേവരാജനെക്കുറിച്ച് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ രചിച്ച പുസ്തകമാണ്. ഉത്തരം വരിക ഗന്ധർവ ഗായക. ചലച്ചിത്ര നടൻ സത്യൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രാജീവ് ശിവശങ്കർ എഴുതിയ നോവലാണ്. ഉത്തരം സത്യം. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത്. ഉത്തരം അരുന്ധതി റോയ്. കാഴ്ചയുടെ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. പന്തി ഭോജനം എന്ന പുസ്തകം രചിച്ചത്. ഉത്തരം സന്തോഷ് എച്ചിക്കാനം. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അഥവാ നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്ന ആത്മകഥയുടെ കർത്താവ്. ഉത്തരം മമത ബാനർജി. ജോബ് ചാണേക് ഫൗണ്ടർ ഓഫ് കൽക്കട്ട എന്ന കൃതി രചിച്ചത്. ഉത്തരം കൽക്കട്ടയുടെ ആധികാരിക ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന PT നായർ. ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഹരിത സാവിത്രിയുടെ നോവലാണ്. ഉത്തരം സിൻ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കടമ്മനിട്ട സ്മാരക സാഹിത്യ പുരസ്കാരവും സിൻ എന്ന നോവൽ നേടുകയുണ്ടായി. ഇക്കൊല്ലത്തെ മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയ കൃതിയാണ്. ഉത്തരം നന്ദിനി മേനോൻ രചിച്ച ആച്ചോ ബസ്താർ. പ്രശസ്തമായ JCB പുരസ്കാര പട്ടികയിൽ കടന്നുകൂടിയ മലയാള പുസ്തകമാണ്. ഉത്തരം സന്ധ്യ മേരി രചിച്ച മരിയ വെറും മരിയ എന്ന പുസ്തകം. മരിയ വെറും മരിയ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഉത്തരം ജയശ്രീ കളത്തിൽ. മറിയ ജസ്റ്റ് മറിയ എന്ന പേരിലാണ് വിവർത്തനം ചെയ്തത്. ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന പുസ്തകം രചിച്ചത്. ഉത്തരം മലപ്പുറം സ്വദേശിനി സഹറു നുസൈബ കണ്ണനാരി. ഈ കൃതിയും JCB പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. CPM നേതാവ് P ജയരാജൻ രചിച്ച പുസ്തകമാണ്. ഉത്തരം കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. സിനിമാ നടൻ സലിം കുമാർ രചിച്ച പുസ്തകമാണ്. ഉത്തരം ഈശ്വര വഴക്കില്ലല്ലോ. മുണ്ടൻ പറുങ്കി എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം തൊട്ടപ്പൻ എന്ന വിവാദ കൃതിയുടെ കർത്താവ് ഫ്രാൻസിസ് നൊറോണ. രേഖകൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഫിക്കിയുടെ 2023 വിവർത്തന പുരസ്കാരം ലഭിച്ചത്. ഉത്തരം KR മീരയുടെ ഘാതകൻ എന്ന നോവലിന്. ഘാതകൻ എന്ന നോവൽ വിവർത്തനം ചെയ്തത്. ഉത്തരം ജയദേവിക. അസാസിൻ എന്ന പേരിലാണ് വിവർത്തനം ചെയ്തത്. കേരള ഹിന്ദി പ്രചാര സഭ നൽകുന്ന സാഹിത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത്. ഉത്തരം MT വാസുദേവൻ നായർക്ക്. മാവേലി മന്ത്രം എന്ന കൃതി രചിച്ചത്. ഉത്തരം അടുത്തിടെ അന്തരിച്ച നാടകകൃത്തും നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ കനവ് ബേബി എന്ന KJ ബേബിയാണ് മാവേലി മന്ത്രം എന്ന കൃതി രചിച്ചത്. ഗോത്രജീവിതം പശ്ചാത്തലമാക്കി എഴുതിയ ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും മുട്ടത്ത് വർക്കി അവാർഡും ലഭിച്ചിട്ടുണ്ട്. വയനാടൻ കുടിയേറ്റ ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവം പകർന്നു നൽകുന്ന KJ ബേബിയുടെ കൃതിയാണ്. ഉത്തരം ബസ് പുർക്കാന. KJ ബേബി രചിച്ച പ്രശസ്തമായ ഏകാംഗ നാടകമാണ്. ഉത്തരം കുഞ്ഞുമായൻ എന്തായിരിക്കും പറഞ്ഞത്.
ആദിവാസി വിഭാഗക്കാരുടെ പ്രശ്നങ്ങളും അനുഭവങ്ങളും ചൂഷണങ്ങളും തുറന്നു കാട്ടിയ KJ ബേബിയുടെ നാടകമാണ് ഉത്തരം നാട്ടുഗദ്ദിക. നാട് എൻ വീട് ഈ വയനാട് എന്ന ഗാനം രചിച്ചത് ഉത്തരം KJ ബേബി. അടുത്തിടെ അന്തരിച്ച മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഔദ്യോഗിക സ്മരണകൾ പങ്കുവയ്ക്കുന്ന പുസ്തകമാണ് ഉത്തരം ഫിറേ ദേഖ അഥവാ തിരിഞ്ഞുനോട്ടം.